പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 19-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ധ്യാനിച്ചു വരുന്ന ആഗോള ക്രൈസ്തവ ജനത ആചരിച്ചു വരുന്ന കഷ്ടാനുഭവ ആഴ്ചയുടെ 9-ാം ദിനത്തിലേക്ക്, ദുഃഖശനി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന 9-ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ജീവജലത്തിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്ത വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41-42 വാക്യങ്ങൾ. സെയിന്റ് ജോൺ ചാപ്റ്റർ 19 വേഴ്സസ് 41 and 42 ഇപ്രകാരം വായിക്കുന്നു. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുൻപേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയ ഒരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. വലിയ വെള്ളിയാഴ്ച എന്ന ഒരുക്കനാൾ, ഈ ശനി ശബത്ത് വലിയതാണ്. കാരണം എല്ലാ ശബത്ത് പോലെയും അല്ല. പെസഹ പെരുന്നാള് പൂർത്തീകരണത്തിലെത്തുന്നത് ഈ ആഴ്ചയിലെ ശബത്തിലാണ്. അപ്പോൾ ഈ ശബത്ത് വലിയതാണ്. അതുകൊണ്ട് വചനപ്രകാരം 6 മണിക്ക് ശബത്ത് തുടങ്ങിയാൽ ശരീരം കുരിശന്മേൽ ഇരിക്കുന്നത് വിഹിതമല്ല. അതുകൊണ്ട് അവർ ചെന്നു കാലൊടിക്കുവാൻ നോക്കിയപ്പോൾ മറ്റ് 2 കള്ളന്മാരുടെയും കാലൊടിച്ചു. എന്നാൽ യേശു അപ്പോഴേക്കും മരിച്ചത് കൊണ്ട് കാലൊടിച്ചില്ല. അതെ, പുറപ്പാട് പുസ്തകത്തിലും സങ്കീർത്തനത്തിലും പറയുന്നു, അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോകയില്ല. ആ പ്രവചനം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ യേശുവിന്റെ കാൽ ഒടിച്ചില്ല, യേശു മരിക്കുകയും ചെയ്തു. എന്നിട്ടും പടയാളികൾ ഒരുവൻ യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരാവശ്യവുമില്ലാത്ത കാര്യമാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് താൻ മരിച്ചതിന് ശേഷം ഇവർ വന്ന് ചെയ്തതാണ്. പക്ഷേ അത് ചെയ്തേ പറ്റുകയുള്ളൂ. നമുക്കത് അനാവശ്യമെന്ന് തോന്നിയാൽ അങ്ങനെയല്ല, പ്രവചന നിവൃത്തിയാണ്. സെഖരിയ പ്രവചനം പറയുന്നു, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അത് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ ഒരുക്കനാൾ പൂർത്തീകരിക്കപ്പെടുവാൻ പോകുകയാണ്. അതിനു മുമ്പായിട്ട് ഇത് അരിമത്യക്കാരനായ യോസഫ് വളരെ രഹസ്യമായി പീലാത്തോസിന്റെ അടുക്കൽ പോയി യേശുവിന്റെ ശരീരം മറവ് ചെയ്യുവാൻ അനുവാദം ചോദിക്കുകയും ആ കല്ലറപ്പള്ളിയിൽ തോട്ടത്തിൽ ആരും ഒരിക്കലും ഉപയോഗിക്കാത്ത വളരെ ഉന്നതമായ നിലയിൽ വെട്ടി ഒരുക്കിയ കല്ലറയിൽ, അത് സമീപമാകിയാൽ ശബത്ത് നാള് തുടങ്ങുന്നതിന് മുൻപ് യേശുവിനെ അവിടെ വെച്ചു. അതും പ്രവചന നിവൃത്തിയാണ്. യെശയ്യാവ് 53:9 മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കുമെന്ന പ്രവചനം ഇവിടെ നിവർത്തീകരിക്കപ്പെടുകയാണ്.
ദൈവമക്കളെ, യേശുവിന്റെ മരണത്തോടനുബന്ധിച്ചുള്ള അവസാന മണിക്കൂറുകൾ, ആ സമയത്ത് പോലും യേശുവിന്റെ ജനനത്തിന് എത്രയോ വർഷങ്ങൾക്ക് പുറകിൽ പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ടത് പൂർണ്ണമായും നിറവേറി. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, മാനവലോകത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി. പിശാച് ഒരു വിധത്തിലും ജയിക്കുവാൻ ഇട നൽകാതെ പ്രവാചകന്മാർ ന്യായപ്രമാണം എന്ത് പറഞ്ഞുവോ പ്രവചിച്ചുവോ അത് അക്ഷരം പ്രതി യേശുവിന്റെ മരണത്തിലും മരണശേഷവും വ്യക്തമായും കൃത്യമായും നിറവേറി. അതെ, ഇനിയും സകല ലോക ക്രൈസ്തവ ജനത ഉത്ഥാനത്തിനായി കാത്തിരിക്കുന്നു. നല്ലത് തന്നെ. എന്നാൽ അതിനു മുമ്പേ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം 33.5 തിരുവയസ്സിനുള്ളിൽ യേശുവിൽ കൂടെ നിറവേറിയെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്കാണ്, വീണ്ടെടുപ്പിനാണ്, നിത്യജീവനാണ് എന്നുള്ള അവബോധം, തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവൻ എനിക്ക് വേണ്ടി, എന്റെ പാപത്തിനു വേണ്ടി യേശു നൽകി. അത് എനിക്കൊരു മാനസാന്തരത്തിന് കാരണമാകണം. ഇതാ, എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ യേശുവിൽ നിവർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ വെള്ളിയാഴ്ച യേശു മരിക്കുന്നു. യഹൂദന്റെ നിയമം അനുസരിച്ച് ഒരുക്കനാൾ, ആ വെള്ളിയാഴ്ച രാത്രിയിൽ ഒരുക്കനാൾ തന്നെ, അതായത് അവരുടെ സമയം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിയാണ്. കല്ലറയിൽ വെക്കുന്നു. ശനി മുഴുവനും ഇരിക്കുന്നു. ശബത്ത് നാൾ പൂർത്തീകരിക്കപ്പെടുന്നത് ശനി വൈകുന്നേരം 6 മണി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നമ്മുടെ ഞായർ ആരംഭിക്കുന്നത് ശനി വൈകുന്നേരം 6 മണി. അതായത് 3-ാം ദിനം യേശുവിന്റെ ഉയർപ്പിലേക്ക് വരികയാണ്. പ്രിയ ദൈവമക്കളെ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ത്രിത്വത്തിൽ രണ്ടാമൻ, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കാതെ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായവൻ ഇതാ കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്നു. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും വിമോചനത്തിനു വേണ്ടി. നിങ്ങളും ഉൾക്കൊള്ളുവാൻ ഈ ദിനം ഇടയാവട്ടെ. അതിന്റെ ഗൗരവത നമുക്ക് ഏറ്റെടുക്കാം. യേശുവിൽ കൂടെ പിതാവാം ദൈവം വിഭാവനം ചെയ്ത തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏദൻ പർദീസയിൽ വെച്ച് പാപത്താൽ, പിശാചിന്റെ തന്ത്രത്താൽ തോട്ടത്തിന് പുറത്തായെങ്കിൽ, ഏകന്റെ ലംഘനത്താൽ, പാപത്താൽ ആത്മീയ മരണം സംഭവിച്ചുവെങ്കിൽ, ഏകന്റെ അനുസരണത്താൽ, ഏകന്റെ മരണത്താൽ നമുക്ക് നിത്യജീവൻ തരിക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ യേശു കാൽവറിയിൽ മരിച്ചു. ഇതാ അടക്കപ്പെട്ടു. ഇത് ഞാൻ നിങ്ങളും പരിപൂർണമായി ഉൾക്കൊണ്ട് പ്രാർത്ഥനയോടെ സ്വീകരിച്ച് ഈ ദിനങ്ങളെ സ്മരിക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിക്കൂടാതെ എന്റെ ജീവിതത്തിന് ഇതെത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, എനിക്കെന്റെ കർത്താവിനോട് എങ്ങനെ ചേരാം, ഈ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം നമുക്കൊരു വീണ്ടുവിചാരത്തിന്റെയും പുനർസമർപ്പണത്തിന്റെയും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുന്നതിന്റെയും
ധന്യദിനമായി തീരട്ടെ. പല രാജ്യങ്ങളിൽ നിന്നായി, ഭവനങ്ങളിൽ നിന്നായി ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, യേശു കാൽവറിയിൽ യാഗമായത് എനിക്ക് പകരമാണ്. ആർക്കും പകരം വെക്കാൻ പറ്റാത്ത വിധത്തിൽ യേശു എനിക്ക് പകരക്കാരനായെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്, എന്റെ നിത്യജീവൻ. ആ നിത്യജീവന്റെ പങ്കുകാരായി കർത്താവിനോട് ചേർന്ന് യുഗായുഗങ്ങൾ വസിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്വർഗത്തിന്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിൽ കന്യകയിൽ അവതാരമെടുക്കുകയും ഞങ്ങളുടെ പാപപരിഹാരത്തിനായി സകല വേദനകളും പങ്കപ്പാടുകളും സഹിച്ച് ക്രൂശിൽ മരിക്കുകയും കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്ത ധന്യമായ ദൈവിക പദ്ധതി ഞങ്ങൾ കേട്ടുവല്ലോ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പുതുക്കത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും യഥാസ്ഥാനത്തിന്റെയും ദിനമാക്കി തീർക്കണമേ. ദൈവവചനം കേട്ട ഓരോ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. വചനപ്രകാരം സ്വയം വിചിന്തനം ചെയ്യുവാൻ, ദൈവസ്ഥലിലേക്ക് മടങ്ങി വരുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവം ഒരുക്കിയ നിത്യരക്ഷയുടെ പങ്കുകാരാകുവാൻ ഞങ്ങളെ ഇടയാക്കണം. സ്വർഗീയ നന്മകളാൽ ഏവരെയും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, യേശു മരണം വരിച്ചത് മരണം സ്വീകരിക്കേണ്ടതിനു വേണ്ടിയല്ല, എന്റെയും നിങ്ങളുടെയും പാപമരണം ഒഴിവാക്കാനാണ്, മറിച്ച് നിത്യജീവൻ നൽകേണ്ടതിനും. അതെ, അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ധന്യമായ ദിനം ദൈവകൃപയിൽ നിലനിൽപ്പാനും ജീവിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless you all.